അപ്പോൾ നമ്മുടെ കോൺഗ്രസ് നേതാവ് അതെ പേര് മുഹമ്മദ് റാഫി. കുറേ കാലമായി കോൺഗ്രസിലുണ്ടോ? എൻ്റെ ബ്ലോക്ക് സെക്രട്ടറിയാണ്. ബ്ലോക്ക് സെക്രട്ടറി. ഞാൻ വ്യാപാരി വ്യവസായിന്റെ എക്സിക്യൂട്ടീവ് മെമ്പറും. ഓക്കെ. ഇവിടുത്തെ വ്യാപാരി വ്യവസായികൾ എന്താണ് നമ്മുടെ മയക്കുമരുന്ന് വ്യാപിക്കാതിരിക്കാൻ ചെയ്യുന്ന കാര്യങ്ങൾ? ഇവിടെ ഞങ്ങൾ എല്ലാവിധ ചെയ്യുന്നുണ്ട്. പ്രിക്കോഷൻ ഉണ്ടോ? ഇല്ല, അങ്ങനെയൊന്നും ഇല്ല. അപ്പോൾ അതെന്തോ ഒരു സംശയം വന്നോലെ. തലശ്ശേരിയിൽ കൂടുതൽ കേസുകൾ ഉണ്ടല്ലോ എല്ലാ നാട്ടിലും നട്ടല്ലായിരിക്കുന്ന വ്യാപാരികളാണ്. അപ്പൊ നിങ്ങൾ വേണം ഈ നഗരത്തിൽ പ്രശ്നമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വ്യാപാരി നേതാവ് ഇവിടെ കൂടെ ചോദിച്ചേക്കാം. ലഹരി മുക്ത കേരളത്തിന് വേണ്ടി ബോധവൽക്കരണം നടത്തുന്ന 24 ചാനൽ സ്ഥിര സാന്നിധ്യമായി എന്നെ കുറിച്ചാണോ പറഞ്ഞിരിക്കുന്നത്? വളരെ സന്തോഷം. താങ്ക് യു ചേട്ടാ. ഓക്കെ അല്ലേ? ഓക്കെ. അങ്ങ് ഗായകൻ വല്ലതും ആണോ? ലയൻസ് അല്ലേ? ഇട്ടോളൂ. ഞാൻ വിചാരിച്ചു എനിക്ക് ഇടാൻ വരുമോ? ഓക്കെ, താങ്ക് യു. പരിചയപ്പെടാൻ പറ്റും. നിങ്ങളൊക്കെ ലഹരി മുക്ത കേരളം ഉണ്ടാക്കാൻ വേണ്ടി പാടുപെടുകയല്ലേ? തീർച്ചയായും സാറേ. ഇപ്പം കടന്നപ്പള്ളി രാമേന്ദ്രൻ സാറ് ഒരു മാസം മുമ്പേ ആദരിച്ചിട്ടേ ഉള്ളൂ. ഞാൻ 30 വർഷം മുമ്പേ ശംഭു എന്ന് പറയുന്ന ഈ ലഹരിന്റെ ഡിസ്ട്രിബ്യൂട്ടറായിരുന്നു. ഞാൻ ഒരു ഡിസ്ട്രിബ്യൂട്ടറായിരുന്നു. 30 പാൻ മസാല 30 വർഷം മുമ്പേ ഞാനത് നിർത്തി. എല്ലാവരും നിർത്തണമെന്നാണ് നമ്മുടെ അഭിപ്രായം. ഓക്കെ, താങ്ക് യു. നമുക്ക് ഇവരിലേക്ക് ഒന്ന് പോവാം. നേതാവാണോ? അതെ. പറഞ്ഞോളൂ, നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഏറ്റവും പ്രിയപ്പെട്ട SK നയിക്കുന്ന നമ്മുടെ കേരളത്തിലെ ലഹരി വിരുദ്ധ ഒരു സമര പ്രഖ്യാപന ജാഥയാണ് ഇവിടെ വരുന്നത്. അതെ. വളരെ സന്തോഷത്തോടെ ഞങ്ങൾ സ്വീകരിക്കുകയാണ്. ഓ, സന്തോഷം. ഇന്ന് നമുക്കറിയാം, ലഹരി എന്ന് പറഞ്ഞാൽ MDMA എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ഡോക്ടർമാർക്കാണ് MD ബിരുദം കിട്ടിയിട്ടുള്ളത്. MA എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കൂൾ ടീച്ചേഴ്സിനാണ് കിട്ടിയിരിക്കുന്നത്. ഇതെല്ലാം കേൾക്കാത്ത ഞങ്ങളെല്ലാം പഴയ കാലത്ത് നമ്മുടെ ഏറ്റവും വലിയ ലഹരി പാസിംഗ് ഷോ സിഗരറ്റ് ആയിരുന്നു, ചാർമീനറൊക്കെ. ഇന്ന് പാസിംഗ് ഷോ ചാർമീനർ, ബർക്കിളി, സാറിനറിയാം ബർക്കിളി. കാലഘട്ടത്തിൽ അങ്ങനെയാണ്. അതിന്റെ കൂടെ വീട്ടു തീപ്പെട്ടി ഉണ്ടായിരുന്നു. ഇന്ന് അതല്ല. ഇന്ന് പല പേര്, കൊക്കൈൻ, MDA, അതുപോലെ കഞ്ചാവ് അനുദിനം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് വ്യാപാരികൾ ഇത് വളരെയധികം ബുദ്ധിമുട്ടാണ്. സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ടോ ഇതിനകത്ത്? വളരെയധികം സ്ട്രോങ് ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യണം. 20-ാം തീയതി നമ്മളൊരു അന്തിമ പ്രഖ്യാപനം നടത്തും കോഴിക്കോട് കടപ്പുറത്ത്. അതായത് സർവ്വ MDMA വിൽക്കുന്നവനും കേരളം വിട്ടു പോകണം. കേരളം വിട്ടുപോയില്ലെങ്കിൽ അവന് ഏതെങ്കിലും സ്ഥലം കാണിച്ചു കൊടുക്കണം. ഏതെങ്കിലും സ്ഥലം നിർദ്ദേശം പറയാനുള്ളത് ഗവൺമെന്റിനോടാണ്. നിലവിൽ ഈ മയക്കുമരുന്ന് കൈവശം വെച്ചാൽ ജാമ്യയിലെ കുറ്റമാക്കേണ്ട നിയമഭേദം നടത്തിയാൽ ഇത് അത് തീർച്ചയായിട്ടും അതങ്ങ് പറഞ്ഞ കറക്റ്റ് കാര്യമാണ്. അരുത് ലഹരി. എന്റെ കേരളം, എന്റെ അഭിമാനം. കരുണയുടെ ഐക്യദാർഢ്യം. കരുണയല്ലേ ഇത്? കരുണയല്ലേ? ടാക്സി ഡ്രൈവേഴ്സ്. ഓ, സൂപ്പർ. വണ്ടിയിലൊന്നും ഇത് കൊണ്ടുപോകാൻ സമ്മതിക്കരുത്. അല്ല സാർ, ഞാൻ ജോലിക്ക് പോണ വഴി സാറ് സ്റ്റേഡിയത്തിലാന്ന് പറഞ്ഞിട്ട് അവിടെ കയറി, അവിടെ ഇല്ലാന്ന് പറഞ്ഞു. ചേച്ചിയുടെ പേരെന്താ? എന്റെ പേര് സരിത. ജോലിക്ക് പോണ്ടേ? വണ്ടി വിട്ടോ, കുഴപ്പമില്ല. ഈ സംഘടന വളരെ നേരത്തെ തന്നെ ഇവർ ശ്രമങ്ങൾ തുടരുകയും നമുക്ക് മെസ്സേജ് അയക്കും. എനിക്കൊരു വായിച്ചിട്ടുണ്ട്. സാറിന് ഒരുപാട് അഭിനന്ദനവും നന്ദിയും. സന്തോഷം. അപ്പൊ നിങ്ങളൊക്കെ കോഴിക്കോട് വരണം. കാര്യം നമുക്കൊന്ന് വരട്ടണം. കോഴിക്കോട് കടപ്പുറം ഇളകി മറിയണം. നിങ്ങൾ വന്നാലേ മറിക്കാൻ പറ്റും. ഓക്കെ ചേട്ടാ, പേര് ചേട്ടന്റെ? ദിലീപ്. ഓക്കെ. ഡ്രൈവിംഗ് ആണ് നമ്മുടെ ലഹരി. അതും കൊള്ളാം. KTDO കരുണ ടാക്സി ഡ്രൈവേഴ്സ് സംഘടനയാണ്. KTDO. അതെ, നമ്മുടെ സംഘടന. നമസ്കാരം. നമ്മുടെ കരുണയുടെ സംസ്ഥാന രക്ഷാധികാരിയാണ്. കരുണ ടാക്സി ഡ്രൈവേഴ്സ്. ഓക്കെ. അപ്പൊ ക്യാമറമാൻ ഇതിന്റെ ഒരു പടം എടുത്തോളൂ. സാറിന്റെ യാത്രയിൽ എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും നേരിടുന്നു. നിങ്ങൾ അത് മാത്രം പറഞ്ഞു, കോഴിക്കോട് വരണം. നമുക്ക് നിർബന്ധമായിട്ട് വരണം. ഇത് 10-100 ചെലവായാലും കുഴപ്പമില്ല. തീർച്ചയായിട്ടും വരും. വരുമെന്ന് പറഞ്ഞൊരു പോവും. ഓക്കെ, റെഡി. സന്തോഷം. ഈ പടം എടുത്തു കേട്ടോ. പടം എടുത്തു. ഓക്കെ, ശരി. അപ്പൊ ഇവരെല്ലാം ഇവിടെ ഉണ്ട്. നമ്മുടെ കുട്ടികളെ കൂടെ ഒന്ന് കണ്ടിട്ട് അങ്ങ് വാർത്തയിലേക്ക്. കുട്ടികൾ വന്നിട്ടുണ്ട്. നോ ഡ്രഗ്സ്, നോ വയലൻസ്. മക്കളെ എന്താടാ ചക്കര? കൈകോട്. കയ്യേം പോയി, കാലും പോയി. നിങ്ങളൊക്കെ സ്കൂളാ? നമ്മള് സ്കൂളൊന്നല്ല. വൈറ്റ് ഹൗസോ? അത് അമേരിക്കയിലല്ലേ? പറഞ്ഞേ, നിങ്ങൾ എവിടെ നിന്നുള്ളവരാണ്? പറഞ്ഞില്ല. ഇരിട്ടിയല്ലേ? ചേട്ടൻ പറയും. പറഞ്ഞേട്ടാ. ഇരിട്ടി താലൂക്കിൽ നിന്നുള്ള പ്രതിനിധികളാണ് സാറേ. മുണ്ടിയവറമ്പ് സഹൃദയ ക്ലബിന്റെ
ഞങ്ങള് പിന്നെ 24ന്റെ പരിപാടി തുടങ്ങിയപ്പോഴേ ഞങ്ങൾ ഗ്രാമോത്സവം സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചത് മാറ്റി, മുദ്രാവാക്യം മാറ്റി, ലഹരിക്കും അക്രമത്തിനും എതിരായിട്ടുള്ള ഒരു വലിയ മാരത്തോണും മനുഷ്യച്ചങ്ങലയും സൃഷ്ടിച്ചു. ഇന്ന് ഇവിടെ വരണമെന്നും ഈ ഷോയിൽ പങ്കെടുക്കണമെന്നുള്ള ആഗ്രഹത്തിന് പുറത്താണ് ഈ കുട്ടികൾ. വളരെ സന്തോഷം. കുട്ടികളുടെ പരിപാടിയുണ്ട് ഇന്ന്. ഗ്രാമദീപം എന്ന് പറയുന്ന സംഘടനയുടെ ഞാൻ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? വിളി അകത്തോണ്ട്. കണക്കിന്റെ ഭാഗം ഇവരെല്ലാരും നമ്മുടെ കണക്കിന്റെ ഭാഗമാണ്. 24 കണക്കി.